മഹാഭാരതത്തിലെ പ്രതിനായകന്മാരിൽ ഒരാൾ ശകുനി. നമ്മുടെ പുത്ര. കൗരവ പാണ്ഡവ ശത്രുത ഉണ്ടാക്കുന്നതിലും ഒടുവിൽ കൊടും യുദ്ധത്തിലേക്ക് നയിക്കുന്നതിലും ശകുനിയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. ആ പകിട സൃഷ്ടിച്ച വന്മതിൽ പാണ്ഡവർക്കും കൗരവർക്കുമിടയിൽ സ്ഥിതി ചെയ്തു. ഹസ്തിനപുരത്തെ ആ ഭാഗ്യം കെട്ട ദിനത്തിൽ ശകുനിയുടെ കയ്യിൽ തിരിഞ്ഞു കളിച്ച ആ പകിട ആർക്കും മറക്കാനാകില്ല. ഹസ്തിനപുരത്തെ ചക്രവർത്തിയും ഗാന്ധാരിയുടെ സഹോദരനുമാണ് ശകുനി. ധാരാളം വില്ലന്മാർ മഹാഭാരതത്തിലുണ്ട്. എന്നാൽ ശകുനി ഇവരിൽ നിന്നുമൊക്കെ വ്യത്യസ്തനായിരുന്നു. കർണനെ പോലെ ഉറക്കി സംസാരിക്കുകയോ തനിക്കിഷ്ടമില്ലാത്തതിനെ എതിർക്കുകയോ ചെയ്യുന്ന സ്വഭാവമല്ലായിരുന്നു ശകുനിക്ക്. വളരെ കുറച്ചു മാത്രം സംസാരിച്ചിരുന്ന ശകുനി ധൃതരാഷ്ട്രരുമായാണ് കൂടുതലും സംസാരിച്ചിരുന്നത്. ദുര്യോധനനെ രാജാവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ശകുനിയുടെ കളികൾ അത്രയും. ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവർ സ്ഥാപിച്ച രാജധാനി കാണാനെത്തിയ ദുര്യോധനൻ അപമാനിതനായാണ് തിരികെ പോരുന്നത്. സ്വന്തം അനന്തരവനേൽക്കുന്ന അഭിമാനക്ഷതം ശകുനിയെ പ്രകോപിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ഒരുക്കുന്ന പകിടകളിയാണ് യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ശകുനി അത്ര വലിയ യോദ്ധാവല്ലെങ്കിലും പടക്കളത്തിൽ പല കൺകെട്ടുകളും കാണിക്കുന്നുണ്ട്. ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ദിവസമായ 18-ാം ദിവസം സഹദേവന്റെ വെട്ടേറ്റ് ശകുനി മരണപ്പെടുന്നു.